നമ്മൾക്കറിയാം അഖണ്ഡ ഭാരതം എന്ന് നമ്മൾ കേൾക്കാറുണ്ട് അല്ലെ. അഖണ്ഡ ഭാരതം എന്ന് നമ്മൾ ഒരുപാട് കേൾക്കാറുണ്ട്. എന്താണ് അഖണ്ഡ ഭാരതം എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എന്താണ് അഖണ്ഡ ഭാരതം? നമ്മൾ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മള് മഹാഭാരതം അല്ലെ നമ്മൾ വായിച്ചിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് മഹാഭാരത അതിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കാം. എത്ര പേര് മഹാഭാരതം വായിച്ചിട്ടുണ്ട്? അതിന്റെ മലയാള വേർഷൻ ആണ്, ഇനി ഏത് വേർഷൻ ആണെങ്കിൽ വായിച്ചിട്ടുള്ളവർ ഒന്ന് കൈവക്കാമോ? ഈ മഹാഭാരതത്തെ തന്നെ നമുക്ക് വിപുലീകരിച്ച് അല്ലെ മറ്റൊരു ഭാഷയിൽ പറയുന്നത് തന്നെയാണ് അഖണ്ഡ ഭാരതം അല്ലെ. അഖണ്ഡ ഭാരതം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഏതൊക്കെയാണ്? ഭാരതത്തിൽ നിന്ന് വിട്ടുപോയിട്ടുള്ള ഭാരതത്തിന്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരിക? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, പിന്നെ ഏതാ? ഉറക്കെ പറയൂ. ടിബറ്റ്, മ്യാൻമർ, പിന്നെ നേപ്പാൾ, പിന്നെ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? ഭൂട്ടാൻ. ഇനി പ്രധാനപ്പെട്ട ഒന്ന് വിട്ടുപോയിട്ടുണ്ട്, അത് വേറിട്ട് പോയതല്ല, അത് പറഞ്ഞു. ലങ്കാദ്വീപിനെ കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട് അല്ലെ. രാമായണത്തില് ശ്രീലങ്ക വിട്ടുപോയതല്ല, ഒരു ദ്വീപാണെങ്കിൽ പോലും അങ്ങനെ 8ഓളം സ്വതന്ത്ര രാജ്യങ്ങളായിട്ട് പരിണമിക്കപ്പെട്ടിട്ടുള്ള അതാണ് അഖണ്ഡ ഭാരതം എന്ന് പറയുന്നത്. ആ സങ്കല്പ ദിനമായിട്ടാണ് നമ്മൾ അടുത്ത മാസം 16-ാം തീയതി ഓഗസ്റ്റ് 16-ന് കൊണ്ടാടാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. ആ അഖണ്ഡ ഭാരത സങ്കല്പ ദിനം എല്ലാ വർഷവും നടത്തുന്നതാണ് നമ്മൾ. അപ്പൊ ഇക്കുറി നമ്മൾ 16-ാം തീയതി നമ്മൾ ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് കൂടിയാണ് അതിലേക്ക് വെച്ചത്. ഓഗസ്റ്റ് 15-നാണ് അല്ലെ, ഓഗസ്റ്റ് 15-നല്ലേ കാര്യമായിട്ടുള്ള ചില വ്യത്യാസം നമ്മൾ നടത്തുന്നത് ഓഗസ്റ്റ് 15-നോട് ചേർന്ന് ഞായറാഴ്ച വരുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ദിവസം എടുക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇക്കുറി ഓഗസ്റ്റ് 16-നാണ് നമ്മൾ അഖണ്ഡ ഭാരത സങ്കല്പ ദിനം വെച്ചിട്ടുള്ളത്. അതിന്റെ സംഘാടക സമിതി രൂപീകരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോഴിക്കോട് ജില്ലയിൽ തന്നെ, ഈ കോഴിക്കോട് ജില്ലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്തെന്നറിയാമോ? കോഴിക്കോട്, മലപ്പുറം, പാലക്കാടിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ചേർത്ത് വിളിക്കുന്ന ഒരു പേരുണ്ട്. ആ പേരെന്തെന്നറിയാമോ? മലബാർ അല്ലെ. മലബാർ എന്ന് വിളിക്കുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിലേക്ക് വരുന്ന ഒരു സ്വാഭിമാന ഹിന്ദു എന്നുള്ള രീതിയിൽ എന്താ ഓർമ്മ വരിക? മലബാർ ലഹള അല്ലെ, മലബാർ കലാപം 1921-ലെ വർഗീയ കലാപം, 13,000-ലധികം വരുന്ന ഹിന്ദുക്കളെ വെട്ടിക്കൂട്ടിക്കൊന്ന മൃഗീയമായിട്ടുള്ള ക്രൂര കൃത്യം, അതാണ് മലബാർ എന്ന് കേൾക്കുമ്പോൾ സത്യത്തില് ഒരു സ്വാഭിമാന ഹിന്ദുവിന് മനസ്സിലേക്ക് ഓടി വരേണ്ടത്. അങ്ങനെ ഓടി വന്നാൽ മാത്രമേ നമ്മൾക്ക് എന്തുകൊണ്ട് ഹിന്ദു ഒന്നിക്കണം എന്ന് നമ്മൾ പറയുന്നത് എന്നതിന്റെ ആ ഒരു അന്തസത്ത നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുകയുള്ളൂ. അപ്പൊ നമ്മൾക്ക് ഇനി അഖണ്ഡ ഭാരത സങ്കല്പ ദിനം, നമുക്ക് കോഴിക്കോട് പോലെയുള്ള ഒരു ജില്ല, ഈ മലബാറിന്റെ ഹൃദയഭാഗം എന്ന് പറയുന്ന ആ ഒരു ജില്ല, ആ ജില്ലയായാലും മലപ്പുറം ആയാലും പാലക്കാടിന്റെ കുറച്ച് ഭാഗങ്ങളായാലും ഇനി കണ്ണൂരിന്റെ അതല്ലെങ്കിൽ കാസർഗോഡിന്റെ കുറച്ച് ഭാഗങ്ങളെയൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട്, തൃശ്ശൂരിന്റെയും കുറച്ച് ഭാഗങ്ങളൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഈ മലബാർ ക്രൂരകൃത്യം നടന്ന ആ ഒരു ഇതിന്റെ ഹൃദയഭാഗത്ത് തന്നെ നമ്മൾ അഖണ്ഡ ഭാരത സങ്കല്പ ദിനം കൊണ്ടാടുമ്പോൾ അത് അഭിമാനത്തോടു കൂടി ഓരോ ഹിന്ദുവും ഏറ്റെടുത്തുകൊണ്ട് ആയിരക്കണക്കിന് ആളുകളെ അതിൽ പങ്കെടുപ്പിക്കുക എന്നുള്ളത് ഇന്നിന്റെ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ഇന്നിന്റെ എന്ന് ഞാൻ വീണ്ടും ഊന്നി പറയുന്നത് എന്തുകൊണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് നമ്മൾ ചെറിയ സമയം കൊണ്ട് തന്നെ ഇത്രയും ആളുകൾ വ്യത്യസ്ത ജില്ലകളിൽ നിന്ന് വന്നിട്ടുള്ളത്. ഒരുപാട് തീക്ഷ്ണമായിട്ടുള്ള ഇന്നിന്റെ ഇരകൾ ഇതിലുണ്ട്. ഈ ഇന്നിന്റെ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഒരുപാട് ആളുകളിലേക്ക് എത്തേണ്ടതുണ്ട്. ഈ നമ്മൾ നടക്കാൻ പോകുന്ന ഈ പ്രോഗ്രാം ഗംഭീരമാക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള സ്വാഗത സംഘ രൂപീകരണമാണ് ഇനി നടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ ഗൗരവം ഇത്രയും ഉള്ളത് കൊണ്ടാണ് മൊബൈൽ ഒന്ന് സൈലന്റ് ആക്കണം എന്ന് പറഞ്ഞത്. അല്ലാതെ ഇതൊരു കോടതി വരാന്തയോ കോടതി റൂം ആയതുകൊണ്ടല്ല. ശരി, നമുക്കതിന്റെ നടപടികളിലേക്ക് ഹരിയേട്ടനെ ക്ഷണിച്ചുകൊണ്ട് കടക്കാം.